കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഭഗവത്ഗീതയുടെ അധ്യായം 1 സംഗ്രഹമാണ്. ഭഗവത്ഗീത എന്ന് പറയുന്ന ഗ്രന്ഥം അത് ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംവാദമാണ്. അത് നടന്നത് മഹാഭാരത യുദ്ധ സമയത്താണ്. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമായിരുന്നു മഹാഭാരത യുദ്ധം. ഇതുതന്നെ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്. തീർച്ചയായും ധർമ്മസംരക്ഷണാർത്ഥം ഉടലെടുത്ത മഹാഭഗവാനായ ശ്രീകൃഷ്ണൻ ധർമ്മത്തിൻ്റെ കൂടെയായിരുന്നു. ധർമ്മം തന്നെയാണ് അവിടെ ജയിക്കുന്നത്. അദ്ദേഹം പാണ്ഡവ പക്ഷത്തായിരുന്നു. ശ്രീകൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ വെച്ച് നടന്ന മഹാഭാരത യുദ്ധവേളയിൽ അർജുനന് ഗീതോപദേശം നൽകി. മഹാഭാരതം എന്ന ഇതിഹാസം രചിച്ചത് വേദവ്യാസനാണ്. വേദവ്യാസൻ്റെ ശിഷ്യനായിരുന്നു സഞ്ജയൻ. വേദവ്യാസന് വരാനിരിക്കുന്ന കാര്യങ്ങളോ ദൂരെ നടക്കുന്ന കാര്യങ്ങളോ ഒക്കെ അറിയാനുള്ള ജ്ഞാനദൃഷ്ടി ഉണ്ടായിരുന്നു. ഈ ജ്ഞാനദൃഷ്ടി അദ്ദേഹം തൻ്റെ ശിഷ്യനായ സഞ്ജയനും നൽകിയിരുന്നു. മഹാഭാരതത്തിൻ്റെ ഭാഗമായ ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ കൗരവരുടെ പിതാവായ ധൃതരാഷ്ട്രർ ഹസ്തിനപുരിയിൽ വെച്ച് സഞ്ജയനോട് യുദ്ധത്തിൻ്റെ കഥ വിവരിക്കാൻ ആവശ്യപ്പെടുന്നത് തുടങ്ങിയാണ്. ധൃതരാഷ്ട്രർ അന്ധനായിരുന്നു. അദ്ദേഹത്തിന് ദൂരെ നടക്കുന്ന യുദ്ധം കാണാൻ കഴിഞ്ഞിരുന്നില്ല. സഞ്ജയൻ തൻ്റെ ദിവ്യദൃഷ്ടിയിൽ കണ്ട കാര്യങ്ങൾ, യുദ്ധാവസ്ഥ അദ്ദേഹത്തിന് വിവരിച്ചു നൽകുകയാണ്. ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുകയാണ്, പുണ്യക്ഷേത്രമായ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്യാൻ ഉറച്ചു വന്ന എൻ്റെ മക്കളായ കൗരവരും പാണ്ഡുവിൻ്റെ മക്കളായ പാണ്ഡവരും എന്താണ് ചെയ്തത്? അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ആകാംക്ഷാകുലനായാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിന് മറുപടിയായി സഞ്ജയൻ ഇപ്രകാരം പറഞ്ഞു. പാണ്ഡവ സൈന്യത്തിൻ്റെ യുദ്ധവിന്യാസം കണ്ട ദുര്യോധനൻ തൻ്റെ ഗുരുവായ ദ്രോണാചാര്യരോട് ഇപ്രകാരം പറഞ്ഞു. ദ്രുപദൻ്റെ പുത്രനായ ദ്രോണാചാര്യരുടെ ശിഷ്യനായ ദൃഷ്ടദ്യുമ്നനാൽ അണിനിരക്കപ്പെട്ട പാണ്ഡവ സൈന്യത്തെ നോക്കൂ. എത്ര ബലവത്തായാണ് ആ വിന്യാസം നടത്തിയിരിക്കുന്നത്. യുദ്ധത്തിനായി വില്ലാളി വീരന്മാരായ യുയുധൻ, വിരാടൻ, ദ്രുപദൻ എന്നീ അർജുനനും ഭീമനും ഒപ്പം നിൽക്കുന്നവരുമുണ്ട്. മാത്രമല്ല പേരുകേട്ട ദൃഷ്ടകേതു, ചെകിതാനൻ, കാശിരാജാവ്, പുരുചിത്, കുന്തിഭോജൻ, ശൈബ്യൻ എന്നിവരെല്ലാമുണ്ട്. അതും കൂടാതെ ധീരന്മാരായ യുദ്ധമന്യു, ഉത്തമൗജ, ദ്രൗപദിയുടെ പുത്രന്മാർ ഇവരെല്ലാമുണ്ട്. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠനായ ദ്രോണാചാര്യ, നമ്മുടെ യോദ്ധാക്കളും ഒട്ടും കുറവുള്ളവരല്ല. മഹാത്മാക്കളായ ഭീഷ്മർ, കർണൻ, കൃപർ, അശ്വത്ഥമാവ്, വികർണൻ, ഭുരീശ്വരൻ എന്നിവരെല്ലാം വിജയികളാണ്, പേരുകേട്ടവരാണ്. ഇതുകൂടാതെ ഒരുപാട് പേരുകേട്ട യുദ്ധവീരന്മാർ യുദ്ധത്തിൽ ജീവൻ വെടിയാനായി കാത്തു നിൽക്കുന്നു. ഇവരെല്ലാം യുദ്ധമെന്ന കലയിൽ പേരെടുത്തവരും ഒരുപാട് ആയുധങ്ങൾ കൈവശമുള്ളവരുമാണ്. കൗരവപ്പടയുടെ ശക്തി എന്ന് പറയുന്നത് അനന്തമാണ്. അത്രയധികം പേരാണ് നമുക്ക് യുദ്ധം ചെയ്യാനുള്ളത്. എന്നാൽ പാണ്ഡവപ്പടയാകട്ടെ അതിൽ വളരെ കുറച്ചു പേരേയുള്ളൂ. കൗരവപ്പടയിലെ എല്ലാവരും യുദ്ധം നയിക്കുന്ന ഭീഷ്മർക്ക്
എല്ലാവിധ സഹായവും നൽകട്ടെ. അപ്പോൾ തന്നെ ദുര്യോധനന് സന്തോഷമുണ്ടാക്കാൻ വേണ്ടി ഒരു സിംഹത്തെപ്പോലെ അലറിക്കൊണ്ട് ഭീഷ്മ പിതാമഹൻ തൻ്റെ ശംഖുനാദം ഉണ്ടാക്കി. അതുപോലെ യുദ്ധഭീതി സൃഷ്ടിച്ചുകൊണ്ട് യുദ്ധകാഹളങ്ങൾ മുഴങ്ങി. പാണ്ഡവ സേനയുടെ ഒത്ത നടുവിലായി വെള്ളക്കുതിരകളാൽ തെളിക്കുന്ന രഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും ഇരുന്നിരുന്നു. അവർ തൻ്റേതായ ശംഖുകൾ മുഴക്കി. ശ്രീകൃഷ്ണൻ പാഞ്ചജന്യവും അർജുനൻ ദേവദത്തവും മുഴക്കി. ഭീമൻ അദ്ദേഹത്തിൻ്റെ ശംഖായ പൗണ്ഡ്രം എന്ന ശംഖ് മുഴക്കി. യുധിഷ്ഠിരൻ അനന്തവിജയമെന്ന ശംഖും നകുലനും സഹദേവനും സുഘോഷം, മണിപുഷ്പകം എന്നീ ശംഖുകളും മുഴക്കി. കാശിരാജാവ് ശിഖണ്ഡി, ധൃഷ്ടദ്യുമ്നൻ, വിരാടൻ, സാത്യകി, ദ്രുപദൻ, പാഞ്ചാലിയുടെ 5 പുത്രന്മാർ, അഭിമന്യു, സുഭദ്രയുടെ മകൻ എന്നിവരെല്ലാം തങ്ങളുടേതായ ശംഖുകൾ മുഴക്കി. അപ്പോൾ സഞ്ജയൻ പറയുകയാണ് ധൃതരാഷ്ട്രരോട്, അല്ലയോ ധൃതരാഷ്ട്ര, ഈ ഭീകര ശംഖുകളുടെ ശബ്ദങ്ങളെല്ലാം കൂടെ കേട്ടപ്പോൾ ഭൂമിയും ആകാശവും പ്രകമ്പനം കൊണ്ടു. അപ്പോൾ ധൃതരാഷ്ട്രരുടെ പുത്രരായ കൗരവരുടെ ഹൃദയങ്ങൾ ഒന്ന് പതറി. അപ്പോൾ പാണ്ഡുവിൻ്റെ പുത്രനായ അർജുനൻ തൻ്റെ വില്ലെടുത്ത് കുലയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. തനിക്ക് ചുറ്റുമുള്ള, തനിക്ക് നേരെ ഒരുങ്ങി നിൽക്കുന്ന കൗരവ പടയെ കണ്ട് ശ്രീകൃഷ്ണനോട് അർജുനൻ ഇപ്രകാരം പറഞ്ഞു. തൻ്റെ തേരാളിയായ കൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു: സുഹൃത്തേ, ഈ രഥവുമെടുത്ത് 2 സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടു നിർത്തുക. ആരോടൊക്കെയാണ് എനിക്ക് നേരിടേണ്ടി വരുന്നത് എന്ന് ഞാനൊന്ന് കാണട്ടെ. ദുഷ്ടലാക്കുള്ള ദുര്യോധനൻ്റെ ഒപ്പം യുദ്ധം ചെയ്യാനായി ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? ഞാനൊന്ന് കാണട്ടെ, ആരൊക്കെയാണ് ദുര്യോധനനെ പ്രീതിപ്പെടുത്താനായി അണിനിരന്നിട്ടുള്ളത് എന്ന്. ഇത് കേട്ട ശ്രീകൃഷ്ണൻ യുദ്ധക്കളത്തിൻ്റെ നടുവിലായി 2 പടകളുടെയും കൗരവരുടെയും പാണ്ഡവരുടെയും ഇടയിലായി തൻ്റെ രഥം കൊണ്ടു നിർത്തുന്നു. ഇത്രത്തോളം സഞ്ജയൻ വിവരിച്ചു കഴിഞ്ഞു. ശ്രീകൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു: ഇതാ നോക്കൂ, ആരൊക്കെയാണ് കൗരവന്മാർ അണിചേർന്നിട്ടുള്ളതെന്ന്. അർജുനൻ നോക്കിയപ്പോൾ കണ്ടത് ഇതൊക്കെയാണ്. തൻ്റെ പിതൃസ്ഥാനീയരായ ആൾക്കാർ, തൻ്റെ മുത്തച്ഛന്മാർ, ഗുരുക്കന്മാർ, അമ്മാവന്മാർ, സഹോദരങ്ങൾ എന്നിങ്ങനെ തനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും. ഇതിൽ അർജുനൻ അത്യധികം ദുഃഖിതനായി. അദ്ദേഹത്തിന് വാക്കുകളില്ല, കൈകാലുകൾ വിറച്ചു. അദ്ദേഹം കൃഷ്ണനോട് പറഞ്ഞു: ഞാൻ എൻ്റെ സ്വന്തക്കാരോട് തന്നെയാണോ യുദ്ധം ചെയ്യേണ്ടത്? ഇവരെ തന്നെയാണോ ഞാൻ കൊല്ലേണ്ടത്? എൻ്റെ കയ്യിൽ നിന്നിതാ വില്ല് താഴേക്ക് പോകുന്നു. എൻ്റെ ശരീരം വിറയ്ക്കുന്നു. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണ്. എനിക്ക് ഒന്ന് നേരെ നിൽക്കാൻ പോലും കഴിയുന്നില്ല കൃഷ്ണ. എനിക്ക് ദൗർഭാഗ്യത്തിൻ്റെ നാളുകളാണ് വരാനിരിക്കുന്നതെന്ന് തോന്നുന്നു. സ്വന്തക്കാരെ കൊന്ന് എന്ത് നന്മ ഉണ്ടാവാനാണ്? ശുഭകരമായി എന്തുണ്ടാകാനാണ്? അല്ലയോ കൃഷ്ണ, എനിക്ക് വിജയം വേണ്ട, രാജ്യഭാരം വേണ്ട, അതുകൊണ്ടുള്ള സന്തോഷവും വേണ്ട. ആർക്കൊക്കെ വേണ്ടിയാണോ രാജ്യം വേണ്ടത്, സന്തോഷങ്ങൾ വേണ്ടത്, ജീവിതം വേണ്ടത്, അവരെല്ലാം യുദ്ധത്തിന് തയ്യാറായി എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ആഗ്രഹിക്കുന്നത്?
അവരെന്നെ ഉപദ്രവിച്ചാലും ഞാൻ അവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. ധൃതരാഷ്ട്രരുടെ മക്കളെ കൊന്നുകഴിഞ്ഞാൽ എനിക്ക് എന്ത് സംതൃപ്തിയാണ് ഉണ്ടാവുക? ഈ 3 ലോകങ്ങളിലും എനിക്ക് എന്തു നേടാനാണ്? കാര്യം ശരിയാണ്, അവർ ചിലപ്പോൾ എന്നെ ആക്രമിച്ചേക്കാം. പക്ഷേ അവരെ കൊന്നതുകൊണ്ട് പാപമുണ്ടാകുമെന്നല്ലാതെ വേറൊന്നും നേടാനില്ലെന്ന് എനിക്ക് തോന്നുന്നു. സ്വന്തക്കാരെ കൊല്ലാൻ വേണ്ടിയാണോ യുദ്ധം ചെയ്യേണ്ടത്? സ്വന്തം ആൾക്കാരെ കൊന്നതിനു ശേഷം എന്തു സന്തോഷമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? അല്ലയോ കൃഷ്ണ, സ്വന്തക്കാരെ കൊല്ലുന്നത് പാപമായി നിനക്ക് കാണാൻ കഴിയുന്നില്ലേ? ഈ രാജവംശം നശിക്കുകയാണെങ്കിൽ, ഈ പാരമ്പര്യമെല്ലാം തകർക്കപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ള ഈ കുടുംബം ആചാരഭ്രഷ്ടമായി തീരും. സ്ത്രീകൾ കുലഭ്രഷ്ടരാകും. ഒരുപാട് ദോഷങ്ങളാണ് വരാനിരിക്കുന്നത് കണ്ണ. കുടുംബ പാരമ്പര്യം മുഴുവൻ നരകത്തിൽ ചെന്ന് പെടേണ്ടി വരും. വളരെ കാലത്തോളം എല്ലാം നശിക്കും. ഇത്രയും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ കാര്യം ചെയ്യാനായി നമ്മൾ എങ്ങനെയാണ് പുറപ്പെട്ടത്? രാജ്യപ്രാപ്തിക്ക് വേണ്ടി സ്വന്തം സഹോദരങ്ങളെ കൊലയ്ക്ക് കൊടുക്കുവാൻ, സ്വന്തക്കാരെ കൊലയ്ക്ക് കൊടുക്കുവാൻ എല്ലാം തയ്യാറാവാൻ നമുക്ക് എങ്ങനെ കഴിഞ്ഞു കൃഷ്ണ? ധൃതരാഷ്ട്രരുടെ മക്കൾ എൻ്റെ കയ്യിൽ ആയുധങ്ങളില്ലാതെ, ഞാൻ പ്രതിരോധിക്കാതെ എന്നെ കൊല്ലുകയാണെങ്കിൽ, അവരുടെ കയ്യിൽ ആയുധങ്ങളായി അവരെന്നെ കൊല്ലുകയാണെങ്കിൽ അതാണ് ഇതിലും ഭേദമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കണ്ണ. സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞതിനു ശേഷം അർജുനൻ തൻ്റെ അമ്പും വില്ലും ഒരു വശത്തു വെച്ച് വളരെ ദുഃഖത്തിലും വിഷമത്തിലും ആശങ്കയിലുമാഴ്ന്നുകൊണ്ട് ആ രഥത്തിൽ തളർന്നിരിപ്പായി. ഇതാണ് 1-ാം അധ്യായത്തിൻ്റെ സംഗ്രഹം. അതിൻ്റെ യഥാർത്ഥ അർത്ഥം തന്നെയാണ് പറഞ്ഞത്. ഇവിടെ ശരിക്ക് എല്ലാം ഭൗതികമായ ആശങ്കകളും എല്ലാമാണ് ഇതിൽ വിവരിക്കുന്നത്. പ്രധാനമായും ധൃതരാഷ്ട്രരുടെ ആശങ്ക, തൻ്റെ മക്കൾക്ക് വല്ലതും സംഭവിക്കുമോ? പാണ്ഡവർ പേരുകേട്ടവരാണ്, അവരുടെ കൂടെ കൃഷ്ണനുണ്ട്. ഇങ്ങനെയെല്ലാം ആലോചിക്കുമ്പോൾ ഭൗതികമായ തൻ്റെ മക്കളോടുള്ള ആ സ്നേഹം, അതുകൊണ്ട് ധൃതരാഷ്ട്രരുടെ കണ്ണുകൾ അന്ധമാണ്. അദ്ദേഹത്തിന് അറിയാനുള്ള ആകാംക്ഷ, മക്കളെപ്പറ്റി ആ സ്വാർത്ഥമായ ആഗ്രഹം അതിൽ കാണാം. അതുപോലെ തന്നെ അർജുനനും സ്വന്തക്കാരെല്ലാം നശിക്കാൻ പോവുകയാണ്. അപ്പോഴും സ്വന്തം, ഞാൻ, എന്നീ ചിന്തകളൊക്കെ വരികയാണ്. കാര്യം ശരിയാണ്, അർജുനൻ ധർമ്മപക്ഷത്താണ്, ധർമ്മം മാത്രം ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ സ്വന്തം ആൾക്കാരെ വേദനിപ്പിക്കാൻ, സ്വന്തക്കാരെ എന്തെങ്കിലും ചെയ്യാൻ അർജുനന് ഭയമാണ്. ഇതെല്ലാം ഭൗതികമായ നമ്മുടെ ആസക്തി നിമിത്തം നമ്മൾ ആത്മീയമായതും ധർമ്മപരവുമായ കാര്യങ്ങളെ മറന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിന് തോന്നുന്ന ഓരോ ആശങ്കകളാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ തന്നെ നടക്കുന്ന ഒരു ചിന്തയാണ് മഹാഭാരത യുദ്ധം എന്ന് പറയുന്നു. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം, അതാണ് മഹാഭാരത യുദ്ധം. ഇതിൻ്റെ തുടക്കം തന്നെ നമ്മുടെ മനസ്സിലെ ആ ചിന്താക്കുഴപ്പങ്ങളാണ്. ഇതിനെ ഞാൻ പലതുമായും താരതമ്യം ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഒരു പ്ലാൻ ഇടുമ്പോൾ ആ കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ കുറേ പ്രാവശ്യം ചിന്തിക്കും. അതിൻ്റെ ധാർമ്മികവും, നല്ലവരാണെങ്കിൽ ധാർമ്മികവും അധാർമികവുമായ വശങ്ങൾ ചിന്തിക്കും. നല്ലവരാണെങ്കിൽ അതിൽ ധാർമ്മികതയുള്ളത് മാത്രം തിരഞ്ഞെടുക്കും, അല്ലാത്തവരാണെങ്കിൽ അധാർമികത നിറഞ്ഞത് തിരഞ്ഞെടുക്കും. അപ്പോൾ നമ്മൾ ഈ 2 വശവും ചിന്തിക്കുന്ന നമ്മുടെ മനസ്സിലെ ആ തർക്ക വിഷയം, ഇതിലേത് നടക്കണം, ഇതുതന്നെയാണ് മഹാഭാരത യുദ്ധത്തിൽ. നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമ്മളെടുക്കുന്ന ഓരോ ഡിസിഷനും എങ്ങനെ വേണമെന്നുള്ളത് അതുതന്നെയാണ് ശ്രീകൃഷ്ണാർജുന സംവാദത്തിലും. എന്താണ് നടത്തേണ്ടത്, ഇതിൽ ധർമ്മപരമായ എന്താണ്, ഇതിൽ ആശങ്ക എന്താണ്, എന്തു കാര്യവും
നമുക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ തിരഞ്ഞെടുക്കുക. അതാണ് അർജുനൻ്റെ സ്വന്തക്കാരോടുള്ള സ്നേഹമെന്ന് പറയുന്നത് സ്വാർത്ഥപരമാണ്. സ്വന്തം എന്നാൽ എൻ്റേത് എന്ന ഭാവമാണ്. അപ്പോൾ അർജുനൻ ധർമ്മത്തെ മറക്കുന്നു. എന്താണ് ധർമ്മം? ധർമ്മം എന്താണെന്നുള്ളത് മറന്നുപോയി. സ്വന്തക്കാരുടെ മുമ്പിൽ സ്വന്തം ധർമ്മം പോലും മറക്കുന്നു. അതുപോലെ ഓരോ പ്രശ്നങ്ങളിൽ പെടുമ്പോൾ നമ്മൾ ധർമ്മപരമായി ചിന്തിക്കുക. നമ്മൾ ആലോചിക്കുക. ഇതുപോലെ അർജുനൻ്റെ മനസ്സിൽ വന്ന പോലുള്ള സംവാദങ്ങൾ നമ്മുടെ മനസ്സിലും വരാം. പക്ഷേ അതിൽ കൃഷ്ണൻ ആരോടൊപ്പമാണ് നിൽക്കുക എന്നുള്ളത് നമുക്ക് മഹാഭാരത യുദ്ധത്തിൽ ഗീതോപദേശം മുഴുവൻ കഴിഞ്ഞാൽ മനസ്സിലാകും. കൃഷ്ണൻ ആരോടൊപ്പം നിൽക്കുക നമുക്കറിയാം. കൃഷ്ണൻ എപ്പോഴും ധർമ്മത്തിൻ്റെ പക്ഷത്താണ് നിൽക്കുക. അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ തന്നെയാണ് അർജുനനോട് പറയുന്നത്. കാരണം ധാർമ്മികത അതിലാണ്. സ്വന്തക്കാരെ എന്ന് നോക്കാതെ യുദ്ധം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആശങ്കകൾക്കുള്ള മറുപടിയും ഇതാണ്. നമ്മൾ ആരാണോ എന്ന് മുഖം നോക്കാതെ പ്രവർത്തിക്കണം. അത് നമ്മുടെ ധർമ്മപരമായ കാര്യത്തിന് വേണ്ടി മാത്രം. അത് വിചാരിച്ച് നമ്മൾ ഒരാളെ ഉപദ്രവിക്കാനോ ഒന്നുമോ അല്ല പറയുന്നത്. ധർമ്മമായി പ്രവർത്തിക്കേണ്ടിടത്ത് ധർമ്മം മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് സാരം. നമ്മുടെ മനസ്സിലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പുലർത്തേണ്ട ഒരു സ്ഥിതിയാണ് മഹാഭാരത യുദ്ധത്തിൽ ഇവിടെ പറയപ്പെടുന്നത്. ഭഗവത്ഗീത 1-ാം അധ്യായത്തിന് അർജുന വിഷാദ യോഗ എന്ന് പേര് വന്നതും ഇങ്ങനെയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.